പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേരളത്തിൻ്റെ പല ജില്ലകളിലും ഇപ്പോൾ മഴ പെയ്യുന്നു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂർ, വയനാട് ഈ ജില്ലകളിൽ കാര്യമായി മഴ പെയ്യുന്നു എന്നാണ് വിവരങ്ങൾ വരുന്നത്. അതുപോലെ പാലക്കാട് മഴയുണ്ട്, ചില സ്ഥലങ്ങളിലൊക്കെ ശക്തമായ ഇടിമിന്നലുണ്ട്. എറണാകുളത്ത് കാര്യമായി മഴ പെയ്യുകയാണ്. കഴിഞ്ഞ 2-3 മണിക്കൂറുകളായി മഴ തോരുന്നില്ല. ഇപ്പോൾ കൊച്ചിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ട് കഴിഞ്ഞു. വാഹനങ്ങൾ വെള്ളക്കെട്ടിൽ കുടുങ്ങിയെന്ന വാർത്തയും വരുന്നു. കളമശ്ശേരിയിൽ വാഹന ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു എന്ന വാർത്ത വരികയാണ്. അവിടെ വഴിയൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾ എല്ലാവിധമായ ജാഗ്രതകളും പാലിക്കണമെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്. കൊച്ചിയിൽ ശക്തമായ ഇടിമിന്നലും അനുഭവപ്പെടുന്നുണ്ട്. കളമശ്ശേരിയിലാണ് ഭാഗികമായി വാഹന ഗതാഗതം ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ കാര്യമായിട്ട് മഴ വാർത്തകൾ വിശദമായി നമ്മുടെ റിപ്പോർട്ടേഴ്സും നമ്മുടെ ബ്യൂറോ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ കനത്ത മഴ തുടരുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിശക്തമായ മഴയെ തുടർന്ന് തിരുവനന്തപുരത്ത് MC റോഡിൽ രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. തട്ടത്തുമല വാഴോട് റോഡ് 300 മീറ്ററോളം വെള്ളത്തിനടിയിലായി എന്ന വാർത്ത വരുന്നു. കൊച്ചിയിലും ശക്തമായ മഴ, ഇടിമിന്നലും തുടരുകയാണ്. നഗരത്തിൻ്റെ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. കൊല്ലം ജില്ലയിലും വിവിധയിടങ്ങളിൽ ഇന്ന് പുലർച്ചെ തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുന്നുവെന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. നവീകരണ പ്രവർത്തനം നടക്കുന്ന ദേശീയപാതയിലും വെള്ളക്കെട്ടുണ്ട്. അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന് ചേരും. കളമശ്ശേരിയിലും കൈപ്പടമുകളിലും രൂക്ഷമായ വെള്ളക്കെട്ടുണ്ട്. അതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് അഖിൽ ഷാ ചേരും. അവിടെ MC റോഡിലാണ് വെള്ളക്കെട്ട്. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസണും നമുക്കൊപ്പം ചേരും. മറ്റുള്ളവരെയും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആദ്യം കൊച്ചിയിലേക്ക് അശ്വിൻ പാലാഴി നമുക്കൊപ്പം ചെയ്യുന്നു. അശ്വിൻ, ഈ കളമശ്ശേരിയിലും കൈപ്പടമുകളിലും രൂക്ഷമായ വെള്ളക്കെട്ടെന്ന് താങ്കൾ റിപ്പോർട്ട് ചെയ്തല്ലോ. എന്താണ് ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്? വലിയ പ്രതിസന്ധിയാണുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കളമശ്ശേരി കണ്ടെയ്നർ റോഡ് പൂർണ്ണമായും മുങ്ങിയിരിക്കുന്നു. വാഹന ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. കണ്ടെയ്നർ റോഡിൽ നിന്നും കളമശ്ശേരിയിലേക്ക് കടക്കാൻ കഴിയുന്ന സാഹചര്യമില്ല. റോഡ് പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ആ ഓട്ടോറിക്ഷ അവിടെ വെള്ളത്തിൽ കുടുങ്ങിയിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് പിന്നിട്ടിരിക്കുന്നു. വെള്ളം ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് കണ്ടെയ്നർ റോഡിൽ നിന്നും കളമശ്ശേരിയിലെ പ്രധാന റോഡിലേക്ക് കയറുന്ന ആ ഭാഗമാണ്, ആ റോഡാണ്. ആ റോഡിൻ്റെ പാലത്തിനടിവശമാണ് പ്രധാനമായും പൂർണ്ണമായും മുങ്ങിയിരിക്കുന്നത്. ആ ഗതാഗതം തടസ്സപ്പെട്ടതോടെ വാഹനങ്ങൾ മറ്റു വഴി തിരികെ പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അവിടെ നിന്ന് ഇങ്ങോട്ട് കടക്കാനാവുന്നില്ല. ആ കണ്ടെയ്നർ റോഡിൽ നിന്ന് കളമശ്ശേരി റോഡിലേക്ക് കടക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയല്ല നിലവിലുള്ളത്. ഒപ്പം കണ്ടെയ്നർ റോഡിൻ്റെ പല ഭാഗങ്ങളും ഇങ്ങനെ വലിയ വെള്ളക്കെട്ടായിട്ടുണ്ട്. ഈ പാലത്തിനടിവശം ഏകദേശം മുട്ടോളം വെള്ളമാണ് നിലവിലുള്ളത്. വാഹനങ്ങൾ അവിടെ നിന്ന് തള്ളി മാറ്റുന്ന ദൃശ്യങ്ങൾ കാണാം നമുക്ക്. അതായത് ആരൊക്കെയോ പാർക്ക് ചെയ്തു പോയ വാഹനങ്ങളാണ്. അത് ഒരുപക്ഷെ അവർ തിരിച്ചു വരുമ്പോഴേക്കും വെള്ളത്തിനടിയിലാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് സമീപത്തുള്ളവർ അത് ഈ പ്രദേശത്ത് നിന്ന് തള്ളി നീക്കുന്നുണ്ട്. എന്തായാലും വലിയ പ്രതിസന്ധിയാണ് കളമശ്ശേരിയിൽ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. വാഹനങ്ങൾ ഒന്നും ഈ വഴി കടന്നു പോകാത്ത അവസ്ഥയുണ്ട്. അതുകൊണ്ട് ഇതുവഴി വരുന്ന വാഹനങ്ങൾ വരരുത് എന്നുള്ളതാണ്. നമുക്ക് അപ്പുറത്തേക്ക് പോയാൽ ഒരു നീല കാർ വീണ്ടും വെള്ളത്തിനടിയിൽ വെള്ളത്തിൽ മുങ്ങിയത് കാണാം. അത് ഈ വെള്ളം മറികടന്ന്, ഈ വെള്ളക്കെട്ട് മറികടന്ന് അപ്പുറത്തേക്ക് പോകാനാകുമോ എന്ന് ശ്രമിച്ചൊരു വാഹനമാണ്. അതെന്തായാലും വെള്ളത്തിന് നടുക്ക് പെട്ടുപോയിട്ടുണ്ട്. ഒപ്പം ശക്തമായ ഇടിമിന്നൽ കൂടി കൊച്ചിയിലുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. സാധാരണഗതിയിൽ രാവിലെ മഴയുള്ളപ്പോൾ ഇടിമിന്നൽ ഇല്ലാത്തതാണ്. പക്ഷേ ഇന്ന് സമാനതയില്ലാത്ത രീതിയിൽ ശക്തമായ മിന്നലും ഇടിയും കൊച്ചിയിൽ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഇരുചക്ര വാഹനക്കാരെ സംബന്ധിച്ച് വലിയ അപകടമാണ് ഈ വെള്ളക്കെട്ടിലൂടെ വാഹനം ഓടിക്കുന്നത് എന്നുള്ളത് പറയാതെ വയ്യ. കാരണം അത്രയ്ക്ക് വലിയ വെള്ളക്കെട്ടാണ്. യഥാർത്ഥത്തിൽ ഈ വാഹനങ്ങൾ വെള്ളക്കെട്ടിൽ കുടുങ്ങിപ്പോയി എന്ന വാർത്ത റിപ്പോർട്ട് ചെയ്തല്ലോ, അതിന്റെ വിവരം എന്താണ് ഇപ്പോൾ? നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ അരുൺ ഞങ്ങൾ അത് കാണിക്കും. അവിടെ ഒരു ഓട്ടോറിക്ഷ ഈ റോഡിന് നടുക്ക് കിടപ്പുണ്ട്. അത് യാത്രക്കാരുമായി വന്നതാണ്. ഈ വെള്ളക്കെട്ട് മറികടന്ന് മുന്നോട്ട് പോകാനാകുമോ എന്ന് ശ്രമിച്ച് മുന്നോട്ട് പോയ വാഹനമാണ്. പക്ഷേ റോഡിന് നടുവിലെത്തിയപ്പോൾ അത് നിന്നുപോയി എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് അവിടെ നിന്ന് തള്ളി നീക്കാനുള്ള ശ്രമം ഡ്രൈവർ അടക്കമുള്ളവർ നടത്തുന്നുണ്ട്. അതിനിപ്പുറത്തേക്ക് വന്നാൽ ഒരു കാറ് ഇപ്പുറത്ത് ഈ റോഡിന് മറുവശത്തുള്ള ആ ഗ്രില്ലിന് അപ്പുറത്തായി ഒരു ടാക്സി വാഹനം, ഒരു നീല കാറ് വെള്ളത്തിൽ പകുതിയോളം മുങ്ങിക്കിടക്കുന്നത് കാണാം. അതും നേരത്തെ ഈ ഓട്ടോറിക്ഷ ചെയ്തതുപോലെ തന്നെ ഈ വെള്ളക്കെട്ട് മറികടന്ന് അപ്പുറത്തേക്ക് പോകാനാകുമോ? കൊച്ചി ഇടപ്പള്ളിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. കളമശ്ശേരിയിലും മഴ കനക്കുന്നു എന്ന വാർത്ത വരുന്നു. ഈ വാഹന ഗതാഗതം തടസ്സപ്പെടുന്ന രീതിയിലുള്ള വെള്ളക്കെട്ട് കൊച്ചിയിൽ രൂപപ്പെടുന്നു. എറണാകുളത്ത് വാഹന ഗതാഗതം ഭാഗികമായി ചിലയിടങ്ങളിൽ തടസ്സപ്പെട്ടു എന്ന വാർത്തയും വരുന്നു. അവിടെ വഴി യാത്ര ചെയ്യുന്ന ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് 24 തന്നുകൊണ്ടിരിക്കും.
കൈപ്പടമുകളിൽ നിന്നുള്ള ദൃശ്യമാണ് ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. കൈപ്പടമുകളിലും കാര്യമായി വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അവിടെയും ഗതാഗതത്തിന് നേരിയ തടസ്സമുണ്ട്. അവിടെ വഴി യാത്ര ചെയ്യുന്ന ആളുകൾ, കൈപ്പടമുകൾ വഴി, കൊച്ചി കൈപ്പടമുകൾ വഴി യാത്ര ചെയ്യുന്ന ആളുകൾ മുൻകരുതലുകൾ സ്വീകരിക്കുക. ടൂ വീലറിലൊക്കെ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതുപോലെ തിരുവനന്തപുരത്തേക്ക് നമ്മളിന്ന് പോകുന്നു. അഗ്നിഷ അൻസാർ കൂടി നമുക്കൊപ്പം ചേരുന്നു. അവിടെ കളമശ്ശേരിയിലേക്ക് വീണ്ടും നമ്മളൊന്ന് പോകുന്നു. അവിടെ കൂടുതൽ മഴ പെയ്യുന്നു എന്ന വാർത്ത വരുന്നു. അശ്വിൻ, അവിടെ മഴ കൂടുതൽ കനക്കുകയാണോ? 2 മണിക്കൂറിലധികമായല്ലോ കളമശ്ശേരിയിൽ ഇത്രയും കനത്ത മഴ പെയ്യുന്നു. തീർച്ചയായും എസ്കെൻ, വലിയ കനത്ത ശക്തമായ മഴയാണ്. നമ്മൾ അല്പസമയം മുമ്പ് കണ്ട വാഹനങ്ങൾ ഈ വെള്ളക്കെട്ടിൽ നിന്നും കൂടുതൽ ആളുകളെത്തി, മറ്റു വാഹനങ്ങളിലുണ്ടായിരുന്ന ആളുകളൊക്കെ എത്തി തള്ളി മാറ്റിയിട്ടുണ്ട്. അവർ ആ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. കാരണം വെള്ളം ക്രമാതീതമായി ഉയരുന്നുണ്ടായിരുന്നു, വാഹനങ്ങൾക്കുള്ളിൽ വെള്ളം കയറുന്ന ഒരവസ്ഥ. എന്തായാലും റോഡിന് നടുവിൽ വെള്ളക്കെട്ടിൽ പെട്ടുപോയ വാഹനങ്ങൾ പൂർണ്ണമായും മാറ്റിയിട്ടുണ്ട്. അവിടെ നിന്ന് കൂടുതൽ വാഹനങ്ങൾ ഇനി ഇവിടേക്ക് കടക്കരുത് എന്നുള്ള നിർദ്ദേശം അപ്പുറത്ത് നിന്ന് പോലീസൊക്കെ നൽകുന്നുമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ വാഹനം വെള്ളക്കെട്ടിലൂടെ മറികടക്കാൻ ശ്രമിച്ച ഇരുചക്ര വാഹനങ്ങളെല്ലാം തകരാറിലാകുന്നൊരു അവസ്ഥയുണ്ട്. എന്തായാലും മഴ ഇതുവരെ കുറഞ്ഞിട്ടില്ല. 2 മണിക്കൂറായി അതിതീവ്ര മഴയാണ് കൊച്ചിയിൽ പലയിടങ്ങളിലും പെയ്യുന്നത്. ഇടപ്പള്ളിയിലും കളമശ്ശേരിയിലും വൈറ്റിലയിലുമൊക്കെ അതിശക്തമായ മഴയാണ് പെയ്യുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് വന്നാൽ റോഡ് എത്രത്തോളം നൽകിയത് വിനീത ബിജി മറ്റൊരു കാര്യം അറിയിക്കുന്നു. തൃക്കാക്കരയിലും വാഹന ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. തൃക്കാക്കരയുടെ പല പ്രദേശങ്ങളിലും കനത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഇൻഫോ പാർക്കിൽ വീണ്ടും വെള്ളക്കെട്ട് രൂപപ്പെട്ടു എന്ന് വിഷ്ണു സുരേഷ് അറിയിക്കുന്നുണ്ട്. തൃക്കാക്കരയിൽ 20 വീടുകളിൽ വെള്ളം കയറിയെന്നാണ് ഇപ്പോൾ വിഷ്ണു സുരേഷിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇനി നമുക്ക് തിരുവനന്തപുരത്തേക്ക് ഒന്ന് പോകണം. അഖിൽഷ അൻസാർ നമുക്കൊപ്പം ചേരുന്നു. MC റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു എന്ന് അല്പം മുമ്പ് അഖിൽഷ റിപ്പോർട്ട് ചെയ്ത്. അഖിൽഷ, തിരുവനന്തപുരത്ത് MC റോഡിലെ സ്ഥിതി എന്താണ്? തിരുവനന്തപുരത്ത് MC റോഡിൽ പ്രത്യേകിച്ച് ഈ തട്ടത്തുമല, അതായത് തിരുവനന്തപുരം കൊല്ലം അതിർത്തിയാണ് ഈ തട്ടത്തുമല പ്രദേശം എന്ന് പറയുന്നത്. അവിടെ MC റോഡിൽ പൂർണ്ണമായി വെള്ളം കയറിയിട്ടുണ്ട്. ഏതാണ്ട് 300 മീറ്റർ ഓളം നീളത്തിൽ ഇത്തരത്തിൽ റോഡിൽ വലിയ രീതിയിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഈ വെള്ളക്കെട്ട് ഉള്ളത് കൊണ്ട് തന്നെ വാഹനങ്ങൾ കടന്നു പോകാനുള്ള വലിയ പ്രതിസന്ധിയുമുണ്ട്. നമുക്കറിയുന്ന പോലെ തിരുവനന്തപുരം കൊല്ലം ജില്ലാ അതിർത്തിയാണ്. ഒരുപാട് വാഹനങ്ങൾ, ആയിരക്കണക്കിന് വാഹനങ്ങളാണ് MC റോഡിലൂടെ കൊല്ലത്തേക്ക് പോകുന്നത്. അത്തരത്തിൽ വെള്ളം കിട്ടുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഈ വാഹന ഗതാഗതത്തിന്റെ തടസ്സം സൃഷ്ടിക്കുന്നുള്ളതാണ് നാട്ടുകാരുൾപ്പെടെ അറിയിക്കുന്നത്. മറ്റൊന്ന്, ഈ തിരുവനന്തപുരം ജില്ലയിലെ മലയോര ഗ്രാമീണ മേഖലകളിൽ ഉൾപ്പെടെ ഇന്നലെ രാത്രി മുതൽ മഴ പെയ്യുന്നുണ്ട്. ശക്തമായ മഴയില്ലെങ്കിൽ പോലും തുടർച്ചയായ മഴയാണ് പെയ്യുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ പലയിടങ്ങളിലും നിലവിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായും ഈ നെയ്യാറ്റിൻകര, പാറശാല, അതുപോലെ തന്നെ പൊഴിയൂർ, വെള്ളറട പ്രദേശങ്ങളിൽ കാര്യമായി തന്നെ മഴ പെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് പൊഴിയൂർ പ്രദേശത്ത് ഈ കടല് വലിയ രീതിയിൽ തിരമാല ഉയർന്ന് അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നുള്ളതാണ് നാട്ടുകാരും അറിയിക്കുന്നത്. എന്തായാലും തിരുവനന്തപുരത്ത് കാര്യമായി തന്നെ ഇന്നലെ രാത്രി മുതൽ തുടർച്ചയായ മഴ പെയ്യുന്നുണ്ട്. എസ്കെൻ, അഖിൽഷ അൻസാറാണ് നമുക്കൊപ്പം ചേർന്ന്. കോട്ടയത്തും ഇന്ന് രാവിലെ മുതൽ മഴ പെയ്യുകയാണ്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് കനത്ത മഴ 1-2 മണിക്കൂറായി തുടരുകയാണ് കോട്ടയത്തിൻ്റെ പല ഭാഗങ്ങളിലും. ടോബി ജോൺസൺ കൂടി നമുക്കൊപ്പം ചേരുന്നത്. ടോബി, എന്താണ് കോട്ടയത്തു നിന്നുള്ള വിവരങ്ങൾ? ടോബി, കേൾക്കാൻ കഴിഞ്ഞോ? ടോബി, മഴയിൽ നിൽക്കുകയാണെന്ന് എനിക്കറിയാം. കേൾക്കാൻ കഴിയുന്നുണ്ടോ? തീർച്ചയായിട്ടും എസ്കെൻ, എന്തായാലും രാവിലെ മുതൽ തുടങ്ങിയ മഴയാണ്. രാവിലെ ഏകദേശം ഒരു 7:30 ആയപ്പോൾ തന്നെ ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ശക്തമായിട്ടുള്ള കാറ്റുമുണ്ട്. നേരത്തെ കഴിഞ്ഞ ആഴ്ചയിൽ ശക്തമായിട്ടുള്ള മഴ ലഭിച്ചുവെങ്കിലും അതിനുശേഷം ചെറിയൊരു ആശ്വാസമുണ്ടായിരുന്നു. റെഡ് അലേർട്ടൊക്കെ മാറിയതിൻ്റെ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ മുതൽ അതിശക്തമായിട്ടുള്ള മഴയും കാറ്റും ജില്ലയുടെ വിവിധ മേഖലകളിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ട് തന്നെയാണ്. നമുക്കിപ്പോൾ കോട്ടയം നഗരത്തിലെ കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. അതിശക്തമായിട്ടുള്ള കാറ്റുണ്ട്, ശക്തമായി മഴ പെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മണിമല പോലെയുള്ള മേഖലകളിൽ, പാല, ഈരാറ്റുപേട്ട പോലെയുള്ള സ്ഥലങ്ങളിൽ, മുണ്ടക്കയം പോലെയുള്ള മേഖലകളിലൊക്കെ അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട്. എന്തായാലും നേരത്തെ തന്നെ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ടായിരുന്നു, അതൊന്നും തന്നെ പിൻവലിച്ചിരുന്നില്ല. റെഡ് അലേർട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത് ഒരു ആശ്വാസമാണെങ്കിൽ പോലും കഴിഞ്ഞ 2 ദിവസത്തിന് ശേഷം വീണ്ടും കോട്ടയം ജില്ലയിൽ അതിശക്തമായിട്ടുള്ള മഴയിലേക്ക് കടന്നിരിക്കുകയാണ്. രാവിലെ തുടങ്ങിയ മഴയാണ് ഇപ്പോൾ ഏകദേശം 2-3 മണിക്കൂറായിട്ട് അതിശക്തമായിട്ടുള്ള മഴ തന്നെയാണ് കോട്ടയം ജില്ലയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. എറണാകുളത്താണ് ഇപ്പോൾ ഏറ്റവും കനത്ത മഴയെന്നാണ് റിപ്പോർട്ട്. കളമശ്ശേരി ഭാഗത്ത് കനത്ത മഴ, തൃക്കാക്കരയിൽ നല്ല മഴ, ഇൻഫോ പാർക്കിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നു. അതിശക്തമായ മഴയാണ് തുടരുന്നത്. നഗരത്തിൽ ഭാഗികമായ ഗതാഗതമൊക്കെ തടസ്സപ്പെടുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. കഴിഞ്ഞ കുറച്ച് അധികം സമയമായി ഈ മഴ ഇങ്ങനെ തുടരുകയാണ്. അശ്വിൻ പാലാഴി വീണ്ടും കളമശ്ശേരിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. അശ്വിൻ, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അശ്വിൻ പറയൂ.
കണ്ടെയ്നർ റോഡ് ഒരു കടൽ പോയ ആയി എന്ന് തന്നെ പറയാം. കാരണം ശക്തമായ കാറ്റിൽ തിരമാലകൾക്ക് സമാനമായാണ് ഈ റോഡിന് വെള്ളം കയറാത്ത ഭാഗങ്ങളിലേക്ക് വെള്ളം അടിച്ചു കയറുന്നത്. വാഹനങ്ങൾ പൂർണ്ണമായും ഒരു തരത്തിലും പോകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തി. അതായത് ഇരുചക്ര വാഹനമൊക്കെ ഒരു പകുതിയിലധികം മുങ്ങുന്ന അവസ്ഥ, കാറാണെങ്കിൽ പോലും പകുതിയിലധികം വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. എന്തായാലും ഇവിടെ നിന്ന് ഈ വാഹനങ്ങൾ ഡീവിയേഷൻ എടുത്ത് മറ്റു വഴികളിലൂടെ മാത്രമേ ഇനി കളമശ്ശേരിയിലേക്ക് കണ്ടെയ്നർ റോഡിൽ നിന്ന് കടക്കാനാവൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഇതുവഴി യാത്ര ചെയ്യുന്നവർ അതീവ ശ്രദ്ധ പുലർത്തണം. ഒരു കാരണവശാലും ഈ വെള്ളം മറികടന്നു പോകാൻ ശ്രമിക്കരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം അങ്ങനെ ശ്രമിച്ച 3 വാഹനങ്ങളാണ് വെള്ളത്തിൽ കാര്യമായിട്ട് മുങ്ങിപ്പോകുന്നുണ്ടല്ലോ. അപ്പോൾ അത് എവിടെയാണ് സ്ഥലം? ശരിക്കും കളമശ്ശേരി തന്നെയാണോ? ഇത് കളമശ്ശേരി കണ്ടെയ്നർ റോഡിൽ നിന്നും കളമശ്ശേരിയിലേക്ക് കടക്കുന്ന ഭാഗമുണ്ട്. കണ്ടെയ്നർ റോഡ് അവസാനിക്കുന്ന കളമശ്ശേരിയിലെ റോഡുമായി ലിങ്ക് ചെയ്യുന്ന ഭാഗമാണ്. അത് ചാക്കോളാസ് പവലിയനൊക്കെ സമീപത്തായിട്ട് ഈ മെട്രോ സ്റ്റേഷന് സമീപത്തായിട്ടുള്ള പ്രദേശമാണ്. ഇവിടെയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന അതിശക്തമായ വെള്ളക്കെട്ടുള്ളത്. മഴ ഇതുവരെ കുറഞ്ഞിട്ടില്ല. അതേ തീവ്രതയിൽ തന്നെ ഇപ്പോഴും 2 മണിക്കൂറായി ഒരേ തീവ്രതയിൽ തന്നെ പെയ്യുകയാണ്. അങ്ങനെയാണ് ഈ ഭാഗം ഇങ്ങനെ അതിശക്തമായ വെള്ളക്കെട്ട് ഇവിടെ രൂപപ്പെട്ടിട്ടുള്ളത്. ഈ വലിയ വാഹനങ്ങൾ, അത് ലോറികൾ മാത്രമാണ് ഇപ്പോൾ ഇതുവഴി കടന്നു പോകുന്നത്. കണ്ടെയ്നറുകൾ മാത്രമാണ്. കണ്ടെയ്നർ കടന്നു പോകുമ്പോഴാണ് ഈ വഴി അരികിലൊക്കെ നിർത്തിയിരിക്കുന്ന ഇരുചക്ര യാത്രക്കാർക്ക് വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നത്. കാരണം ഈ വാഹനങ്ങൾ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഓളം അത് വലിയ തോതിൽ അതിശക്തമായിട്ടാണ് ഈ സമീപത്തേക്ക് അടിച്ചു കയറുന്നത്. അത് വാഹനങ്ങൾ മറിഞ്ഞു പോകാൻ, ഇരുചക്ര വാഹനങ്ങളൊക്കെ മറിഞ്ഞു പോകാൻ പറ്റുന്ന അങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഇത് മറികടന്നു വന്ന വാഹനങ്ങൾ, ഈ മറ്റു വഴിയൊക്കെ പോകാൻ ശ്രമിച്ച വാഹനങ്ങൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഈ വെള്ളത്തിൽ വന്ന വാഹനങ്ങളുടെയൊക്കെ നമ്പർ പ്ലേറ്റ് ഒക്കെ ഇവിടെ പറഞ്ഞു വീണ് കിടപ്പുണ്ട്. അത്രയ്ക്ക് അതിശക്തമായ വെള്ളക്കെട്ടാണ്. വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് അടക്കം മുങ്ങുന്ന അവസ്ഥയിലേക്ക് അത്രത്തോളം രൂക്ഷമായ വെള്ളക്കെട്ട് എന്ന് തന്നെ വേണം പറയാൻ. ഈ വഴിയരികിലൊക്കെ ഈ ആളുകൾക്ക് വഴിയറിയാൻ വേണ്ടി വെച്ചിരുന്ന ഈ അടയാള സംവിധാനങ്ങൾ, വീപ്പ അടക്കമുള്ള സാധനങ്ങൾ ഈ വെള്ളക്കെട്ടിൽ ഒഴുകി റോഡിന് നടുവിലൂടെ നടക്കുകയാണ്. ഒപ്പം ഈ ഇരുചക്ര വാഹന യാത്രക്കാർ ഇവിടെ കുറെ നേരമായി നിൽക്കുന്നു. ചേച്ചി, വണ്ടി ഓഫായി പോയോ? ഇതാണ് ജോലിക്ക് പോകാനൊക്കെ രാവിലെ ഇറങ്ങിയവരാണ്. വാഹനം ഈ വെള്ളത്തിൽ കൂടെ വന്ന ശേഷം അത് തകരാറിലായി എന്നുള്ളതാണ് അവരുടെ പ്രതിസന്ധി. അങ്ങനെ ഇരുചക്ര വാഹനങ്ങൾ പൂർണ്ണമായും തകരാറിലാകുന്ന ഒരു അവസ്ഥ, അത്രത്തോളം വെള്ളക്കെട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതിന് ഈ വാഹനങ്ങൾ ഒരു കാരണവശാലും ഇത് മറികടന്ന് പോകാൻ ശ്രമിക്കരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. അങ്ങനെ എന്തായാലും ഈ വെള്ളക്കെട്ട് ഈ ക്രമാതീതമായി ഉയരുന്നുണ്ട്. നമ്മൾ വന്നപ്പോൾ ഉണ്ടായതിനേക്കാൾ കൂടുതൽ വെള്ളം ഈ റോഡിലേക്ക് കയറുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ഒരു ബുദ്ധിമുട്ടാകുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളതെന്ന് വേണം പറയാൻ. കാരണം എന്തായാലും മണിക്കൂറുകൾ, കിലോമീറ്ററുകൾ നീളത്തിൽ ഇപ്പോൾ കണ്ടെയ്നർ റോഡിൽ ഗുരുതരമായ പ്രതിസന്ധി രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വാഹനങ്ങൾ കിലോമീറ്ററുകൾ പുറകിൽ കുടുങ്ങിക്കിടക്കുന്നു. കണ്ടെയ്നർ റോഡ് ആയതുകൊണ്ട് തന്നെ നടുവിലൂടെ ഒരു ഡിവൈഡർ ഉണ്ട്. അതുകൊണ്ട് വാഹനങ്ങൾക്ക് യു ടേൺ എടുത്ത് തിരികെ പോകാൻ കഴിയാത്തൊരവസ്ഥ. അതുകൊണ്ട് തന്നെ കിലോമീറ്ററുകൾ പിറകിലേക്ക് ഈ വാഹനങ്ങളുടെ ക്യൂ നീണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു വലിയൊരു കണ്ടെയ്നർ വാഹനം ഇവിടെ വന്ന് തകരാറിലായിട്ടുണ്ട്. അത് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയിൽ നിൽക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വഴിയിലൂടെ മാത്രമാണ് കണ്ടെയ്നർ റോഡിൽ കൂടി വന്ന വാഹനങ്ങൾ മുന്നോട്ട് പോകാനാവുക. അവിടെയും പ്രതിസന്ധിയുണ്ട്. ഈ കാണുന്ന ആഡംബര വാഹനം അത് മുന്നോട്ട് പോകുന്നില്ല. ഈ കാർ അത് തകരാറിലായി. അത് പുറത്തു നിന്ന് മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് എത്തിയതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ വെള്ളക്കെട്ടിലോട് ഓടി വന്നതാണ്. അത് മുന്നോട്ട് പോകാനാകാത്ത പ്രതിസന്ധിയുണ്ട്. അതുകൊണ്ട് ഈ സമീപത്തുള്ള ആളുകളൊക്കെ ഇത് തള്ളി മാറ്റാനാകുമോ എന്ന് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ പല വാഹനങ്ങളും, ഈ പരിചയമില്ലാത്ത ആളുകൾ, പ്രത്യേകിച്ച് ഈ റോഡിന് അശ്വിൻ ബാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. കേരളത്തിലെ പല ജില്ലകളിലും കനത്ത മഴ തുടരുകയാണ്. ചില സ്ഥലങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. എറണാകുളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ടും ഭാഗികമായ ഗതാഗത തടസ്സമുണ്ടായി എന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.